ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്നാൽ പേരിൽ കാര്യമുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം പേര് വിളിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല, പിന്നെ ആരാകും എന്നതാവും അടുത്ത ചോദ്യം. മൃഗങ്ങളും പേര് വിളിക്കാറുണ്ട്. ഈ പേര് വിളിച്ച് സംസാരിക്കുന്ന കൂട്ടർ നിസ്സാരക്കാരല്ല കേട്ടോ. കരയിലെ ഏറ്റവും വലിയ ജീവികളായ ആനകളാണ് ഇങ്ങനെ പേര് വിളിച്ച് ആശയവിനിമയം നടത്തുന്നത്. എന്നാൽ നമ്മൾ മനുഷ്യനുള്ള പേര് പോലെ അല്ല അവരുടെ സംസാരം. പക്ഷേ മനുഷ്യൻ പേര് വിളിക്കുന്നതിന് സമാനമായ രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് ഇവ ആശയവിനിമയം നടത്തുന്നത്. ഈ വർഷം ജൂണിൽ പുറത്തിറങ്ങിയ നേച്ചർ ഇക്കോളജി ആൻഡ് ഇവല്യൂഷൻ എന്ന ജേണലിലാണ് ആഫ്രിക്കയിലെ ആനകൾ പരസ്പരം ആശയവിനിമയം നടത്താൻ പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് തെളിയിക്കുന്ന പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മനുഷ്യൻ അന്യോന്യം പേര് വിളിക്കുന്നതിന് സമാനമായി ആഫ്രിക്കൻ ആനകളും പരസ്പരം അഭിസംബോധന ചെയ്യാൻ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നതായിരുന്നു പഠനം. എന്നാൽ ഇത് ഡോൾഫിനുകളും തത്തകളും ചെയ്യുന്നത് പോലെ മിമിക്രി അല്ല എന്നും നേച്ചർ എക്കോളജി ആൻഡ് ഇവല്യൂഷൻ ജേണൽ പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നു. 1986 മുതൽ 2022 കാലയളവിൽ കെനിയയിലെ ആംബോസെലി നാഷണൽ പാർക്കിലും സാംബൂറു ആൻഡ് ബഫെല്ലോ സ്പീഷിംഗ് നാഷണൽ റിസർവിലുമായി നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് ജൂൺ 10 പുറത്തു വന്നത്. ആനകൾക്ക് കൂട്ടത്തിലെ ഓരോ ആനയെയും പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ അവരിൽ ഓരോന്നിനെയും അഭിസംബോധന ചെയ്യുന്നതിന് പ്രത്യേകം ശബ്ദങ്ങളും ഉപയോഗിക്കും. ചെറിയ മുരൾച്ച പോലുള്ള ശബ്ദമാണ് ആനകൾ സാധാരണയായി പുറപ്പെടുവിക്കാറ്. എന്നാൽ ഇവയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പരസ്പരം വിളിക്കാൻ ഇവ ഉപയോഗിക്കുന്ന ശബ്ദം. പേര് വിളിച്ച് മുരളുന്ന 3 സന്ദർഭങ്ങളാണ് പൊതുവെ ആനകൾക്കിടയിൽ ഉണ്ടാകുന്നത് എന്നാണ് പഠന സംഘത്തിന്റെ കണ്ടെത്തൽ. കൂട്ടത്തിൽ നിന്ന് ദൂരെ പോയ ആനയെ തിരിച്ചു വിളിക്കുന്നതിന് ഇവ പ്രത്യേകം പേര് വിളിക്കുന്നത് പോലുള്ള ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. തൊടാൻ പാകത്തിന് അടുത്ത് പരിചയമുള്ള ആനയെ അഭിസംബോധന ചെയ്യുന്നതിനായും ചെറിയ മുരൾച്ച ശബ്ദം പുറപ്പെടുവിക്കും. കൂട്ടത്തിലെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും പ്രത്യേക ശബ്ദം ആനകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ആഫ്രിക്കൻ കാട്ടാന കൂട്ടങ്ങളിലെ പെണ്ണാനകളെയും കുട്ടി ആനകളെയുമാണ് പഠന സംഘം പ്രധാനമായും നിരീക്ഷിച്ചത്. ഇവരുടെ പരസ്പരമുള്ള വിളി റെക്കോർഡ് ചെയ്തു. അതിൽ 469 വിളികൾ മെഷീൻ ലേണിംഗ് മോഡൽ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് പുതിയ കണ്ടെത്തലിൽ എത്തിയത്. പഠനത്തിനായി തിരഞ്ഞെടുത്ത മേഖലയിലെ ഓരോ ആനകളെയും ചെവിയുടെ ആകൃതിയിലെ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ് പഠന സംഘം തിരിച്ചറിഞ്ഞിരുന്നത്. ഒരു കൂട്ടം ആനകളിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആനയെ പ്രത്യേകമായി വിളിക്കുന്നതിനാണ് ഇവ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചിരുന്നത് എന്നതാണ് ദീർഘനാളത്തെ പഠനത്തിന് ശേഷം സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയായിരുന്നു എന്ന് സംഘത്തിലുള്ള ന്യൂയോർക്കിലെ കൊനോൺ യൂണിവേഴ്സിറ്റിയിലെ ജന്തു സ്വഭാവ പഠിതാവായ മിക്കി പാരഡോ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നതിന് സമാനമായി ഇവ പരസ്പരം ഓരോ ആനകളെയും സംബോധന ചെയ്യുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഒരാന ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദം തന്നെ ഉദ്ദേശിച്ചാണ് മറ്റൊരാനയ്ക്ക് മനസ്സിലാകുന്നു. ഓരോ ആനകളെയും വിളിക്കാൻ ഇത്തരത്തിൽ വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ട്, നമുക്ക് വ്യത്യസ്തമായ പേരുകൾ ഉള്ളതുപോലെ. എന്നാൽ ഇവ ഡോൾഫിനെ പോലെയോ തത്തകളെ പോലെയോ ശബ്ദങ്ങൾ അനുകരിക്കുകയല്ല, മറിച്ച് നമ്മൾ പേര് വിളിക്കുന്നത് പോലെ ഇവ ഓരോരോ ആനകൾക്കും പ്രത്യേകം ശബ്ദങ്ങൾ നൽകിയിരിക്കുന്നു. ആ ശബ്ദം ഉപയോഗിച്ച് വിളിക്കുമ്പോൾ ആ ആന മാത്രമേ തിരിച്ച് പ്രതികരിക്കുകയുള്ളൂ. എന്നാൽ ആനകൾ പരസ്പരം അഭിസംബോധന ചെയ്യാൻ പേരുകൾക്ക് സമാനമായ പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന പഠനം പുറത്തു വന്നതിന്റെ അത്ഭുതം മാറുന്നതിന് മുമ്പ് സമാനമായ പഠനവുമായി എത്തിയിരിക്കുകയാണ് മറ്റൊരു സംഘം. ആനകൾ മാത്രമല്ല, കുരങ്ങുകളും പേര് വിളിക്കാറുണ്ട് എന്നതാണ് സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത്തവണ പരസ്പരം പേര് വിളിക്കുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത് മാർമോസെറ്റ് കുരങ്ങന്മാരെയാണ്. ഇതോടെ ജന്തു ലോകത്ത് പരസ്പരം പേര് വിളിച്ച് സംസാരിക്കുന്ന ജീവികളുടെ എണ്ണം 4 മനുഷ്യൻ കഴിഞ്ഞാൽ ഡോൾഫിനുകളാണ് ഇത്തരത്തിൽ സംവദിക്കുന്നതായി കണ്ടെത്തിയ ആദ്യ ജീവി. തെക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന തദ്ദേശ കുരങ്ങ വർഗമാണ് മാർമോസെറ്റുകൾ. ഇവ പ്രത്യേക ശബ്ദങ്ങളിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഫ്രീഡ് കാൾസ് എന്നാണ് ഗവേഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു സയൻസ് ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിലെ ജെറൂസലേം ഹീബ്രു സർവകലാശാല ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ.
മാർമോസെറ്റ് കുരങ്ങന്മാരിലെ ഇണകൾ തമ്മിലുള്ള ആശയവിനിമയം, മറ്റ് സംഘ അംഗങ്ങളുമായുള്ള ആശയവിനിമയം, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ആശയവിനിമയം എന്നിങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ പരിശോധിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത്. ഓരോ സാഹചര്യത്തിലുമുള്ള കുരങ്ങന്മാരുടെ ആശയവിനിമയങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിൽ നിന്നും സംഘത്തിലെ ഓരോരുത്തരുടെയും വിളിക്കാൻ അവർ പ്രത്യേകം ശബ്ദ വീചികൾ പുറപ്പെടുവിക്കുന്നു എന്ന് കണ്ടെത്തിയെന്ന് ഗവേഷകർ പറയുന്നു. അതായത് ഓരോരുത്തരെയും ഫ്രീ കോൾ ചെയ്യുന്നു. ഓരോ ഫ്രീ കോളും തങ്ങളെ ഉദ്ദേശിച്ചാണോ എന്ന് അവർ തിരിച്ചറിയുകയും അതിന് കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നതായും ഗവേഷകർ പറയുന്നു. ആദിമ മനുഷ്യൻ സംസാരശേഷി വികസിപ്പിച്ചെടുത്തതിലേക്ക് വരെയുള്ള അറിവുകളിലേക്ക് പുതിയ പഠനം വഴിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. ഒരിണയെ മാത്രം സ്വീകരിച്ച് കുഞ്ഞുങ്ങളുമായി ചെറിയ കുടുംബങ്ങളായി കഴിയുന്ന ജീവിവർഗമാണ് മാർമോസെറ്റ് കുരങ്ങുകൾ. മനുഷ്യരെ പോലെ തന്നെ കുഞ്ഞുങ്ങളെയും കൂട്ടത്തിൽ ചെറിയവരെയും ഏറെ ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്യും. ആദിമ മനുഷ്യൻ കുടുംബമായും കുട്ടികളുമായും ജീവിക്കാൻ തുടങ്ങിയ പരിണാമകാലമായി മാർമോസെറ്റ് കുരങ്ങുകളുടെ ഈ കഴിവുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. കുടുംബം ഉണ്ടാകുന്നതിൽ മാത്രമല്ല, പരസ്പരം പേര് വിളിക്കുന്നതിലും മനുഷ്യൻ ഈ മാർമോസെറ്റ് കുരങ്ങുകളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ജെറൂസലേം ഹീബ്രു സർവകലാശാലയിലെ ഡേവിഡ് ഒമർ പറയുന്നത്. പേര് വിളിക്കുന്നത് പോലെയുള്ള കഴിവുകൾ ഭൗതികമായി ഏറെ മുന്നേറിയ ജീവികളാണ് ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരിലല്ലാതെ ഡോൾഫിനുകളിലും ആനകളിലും മാത്രമാണ് ഈ കഴിവ് ഇതിനു മുമ്പ് കണ്ടെത്തിയത്. എന്തായാലും മനുഷ്യനൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. കാരണം ഇവറ്റകൾ നാളെ നമ്മളെ പോലെ സംസാരിക്കാൻ തുടങ്ങിയാൽ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.